ഞാനത് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് 40 MLA-മാർ 41 MLA-മാരുണ്ടല്ലോ UDF. ഇന്നലെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഭരണപക്ഷ MLA-മാരിൽ നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോ ഏതെങ്കിലും ഒരു UDF MLA-ക്കോ അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ. നിയമസഭയിൽ പച്ചയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ വായിൽ എന്താ പഴം കയറ്റി വെച്ചിരിക്കുകയായിരുന്നോ? ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല സംഭവം ഇത് എന്ന് പറയാമായിരുന്നല്ലോ. 90 വയസ്സ് കഴിഞ്ഞ സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിയെ കൊണ്ടുവന്നിരുന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രായം അസുഖഘട്ടത്തിൽ പോലും എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനിതാ നേരിട്ട് വന്നിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്ന ആ ദുരവസ്ഥയെ നിന്റെ പേര് കോൺഗ്രസോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം പറയാൻ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസരം സാക്ഷാൽ കണ്ണോത്ത് കരുണാകരനും ഈ ഭാവിയിൽ വന്നുകൂടായി എന്നില്ല. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ രീതി. നമ്മൾ കണ്ടല്ലോ, ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയൊക്കെ മറുപടി പറഞ്ഞില്ലേ? ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങൾ ഒരു ഭാഗത്ത് എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതല്ല. ഭൂരിഭാഗം കോൺഗ്രസിന്റെ ദുഷിച്ച അവസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അതിപ്പോ ചൂരൽമല മുണ്ടക്കൈയായാലും വ്യാജ ID കാർഡായാലും ഈ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള അനാശാസ പ്രവർത്തനങ്ങളുടെ സാഹചര്യമായാലും കോൺഗ്രസ് തന്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് ശ്രീ N. ശ്രീകുമാർ, നിങ്ങളൊരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണല്ലോ, നിങ്ങൾ നിരീക്ഷിക്കണം. ഈ കേരളത്തിന്റെ ആദ്യത്തെ 30 കൊല്ലത്തെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചത് വെറും 6 വർഷമാണ്. 24 വർഷവും വലതുപക്ഷ ശക്തികളാ ഭരിച്ചേ. എന്നാൽ ഈ കേരളത്തിന്റെ അവസാനത്തെ 30 കൊല്ലം എടുത്ത് പരിശോധിക്കുക. 30-ൽ 20 കൊല്ലവും ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ 10 വർഷമാണോ, നിങ്ങളുടെ ഇരട്ടി ഞങ്ങളാണ്. അതായത് കേരളത്തിന്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായിട്ട് മാറുന്നത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഇപ്പോഴും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് CPM-നെ ആക്രമിക്കുകയാണ്. ഈ നാട്ടിലെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ മുത്തങ്ങയിൽ സമരം നടത്തിയവർക്ക് 5.5 ലക്ഷത്തിലധികം വീടുകൾ ഈ കേരളത്തിലാകമാനം പട്ടിണിപ്പാവങ്ങൾക്ക് കൊടുത്ത് ഒരാൾ പോലും വീടില്ലാത്ത, അടച്ചുറപ്പുള്ള വീടില്ലാത്ത ആളായി അല്ലെങ്കിൽ ഭൂമിയില്ലാത്തവരായി ഈ നാട്ടിൽ അവശേഷിക്കില്ലാത്ത സാഹചര്യം ഈ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, അമേരിക്കയെ പിന്നിലാക്കി ശിശുമരണ നിരക്കിൽ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളം കുതിക്കുക. ഈ വികസന നേട്ടങ്ങളും സാമൂഹ്യ സുരക്ഷയും വാക്കുപാലിക്കുന്ന ഗവൺമെന്റും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകളുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മത്സരിച്ച് ചർച്ച ചെയ്തോ, നേതാക്കന്മാരെ പഴയ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചോ, ഇതൊക്കെ ജനം കാണട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ശരി, രൂക്ഷമായ വിമർശനമാണ് അരുൺകുമാർ നടത്തിയിരിക്കുന്നത്.